സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ശ്രീ A.K. ശശീന്ദ്രൻ സാമാന്യം നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ്. 1978-80 കാലഘട്ടത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതിനു മുമ്പ് KSUവിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞാലേ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത്യാവശ്യം പ്രസക്തിയുള്ള ഒരു പദവിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം. നല്ല കാര്യപ്രാപ്തിയുള്ള, സംഘാടക ശേഷിയുള്ള, നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ ആദർശനിഷ്ഠയുള്ള ആളുകൾ, അവരൊക്കെയാണ് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ട് വരുന്നത്. ഇദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. VM സുധീരൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ പദവിയിലേക്ക് വന്നത്. 1980 തെരഞ്ഞെടുപ്പിൽ AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വിഭാഗം, അന്ന് അഖിലേന്ത്യാ തലത്തിലുള്ള പിളർപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്, അവര് LDF-നൊപ്പമായിരുന്നു. CPM നയിച്ച അന്നത്തെ ഇടതുമുന്നണി എന്ന് പറയാം, ആ മുന്നണിയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട MLA ആയി. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം LDF-ൽ നിന്ന് അല്ലെങ്കിൽ CPM മുന്നണിയിൽ നിന്ന് പിരിഞ്ഞു, പുറത്തേക്ക് വന്നു. പക്ഷെ അന്നത്തെ കോൺഗ്രസ് MLA-മാരിൽ 6 പേര് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന്റെ തീരുമാനം അംഗീകരിക്കാതെ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ നിന്നു. നമ്മുടെ AC ഷൺമുഖദാസും PC ചാക്കോയും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അന്ന് AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന KP ഉണ്ണികൃഷ്ണനായിരുന്നു ഇവരുടെ നേതാവ്. അതിനുശേഷം ശശീന്ദ്രനും കൂട്ടരും കോൺഗ്രസ് S ആണ്, പിന്നീട് NCP ആയി, മന്ത്രിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പല പ്രവർത്തികളും ഒരു പഴയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ചേർന്നതായിരുന്നില്ല. പഴയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ വ്യത്യസ്തനാണെന്നൊന്നും പറയുകയല്ല. പക്ഷേ അക്കാലത്ത് 78-ലും 80-ലും ഒക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ യാതൊരു സംശയവും വേണ്ട, ജീവിതത്തിൽ വ്യത്യസ്തമായ ചില സ്വഭാവങ്ങൾ കാണിക്കേണ്ട ആൾ തന്നെയാണ്. ആ പദവി, അദ്ദേഹം ഇരിക്കുന്ന പദവി, അതിനൊന്നും യോജിച്ചതായിരുന്നില്ല. ഒരു ഹണി ട്രാപ്പ്, തേൻകണി, ആ കേസൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. അതൊന്നും പക്ഷേ ഇവിടെ വിശദീകരിക്കാനോ വിവരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന ഒരു അത്യാഹിതം, ഒരു ദുരന്തം, അതായത് ഈ കാട്ടുപന്നിക്ക് വേണ്ടി വെച്ച ഒരു വൈദ്യുതി കെണിയിൽപ്പെട്ട അനന്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി, ആ കുഞ്ഞ് മരിച്ചു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ, പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് തിരുത്തി പറഞ്ഞത് ഓർക്കുമ്പോൾ ശശീന്ദ്രനെ പോലെയാണ് എന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോവും. ഇത് പുതിയ കാര്യമൊന്നുമല്ല, പണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഇതിന് സമാനമാണ്. പക്ഷേ ഇതുപോലൊരു ദുരന്തത്തിന്റെ മുമ്പിൽ വനം വകുപ്പുമായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ഒരു അത്യാഹിതമാണ്. അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ, അതും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം വാക്കുകൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതല്ലേ? പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പെട്ടെന്ന് ഈ അപകടത്തിൽ ഒരു ഗൂഢാലോചന കാണുകയാണ്. ഇതിന്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഇത് UDF-ന് വീണ് കിട്ടിയ ഒരു അവസരമാണോ, അതോ അങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചതാണോ എന്നാണ് ഈ മന്ത്രി. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി സംസാരിക്കേണ്ട ഒരാളാ മന്ത്രി എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ ഒന്നും പ്രതിനിധി മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മന്ത്രിയാണ്. ഈ മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന്റെയും മന്ത്രിയാണ്. ആ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. അവരുടെ കുടുംബത്തിന് താങ്ങാനാവാത്തൊരു ദുഃഖത്തിൽ നിൽക്കുകയാണ് അവരെല്ലാവരും. മാത്രമല്ല ഒരു വിദ്യാർത്ഥിയാണ്, ആ കുടുംബത്തിന്റെ ഒരു ഭാവിയാണ് ചെറുപ്പക്കാരൻ. ആ ഒരു സാഹചര്യത്തിൽ ഇത്ര ആലോചനയില്ലാതെ ഒരു മന്ത്രിക്ക് പെരുമാറാൻ പറ്റുമോ? അദ്ദേഹം ചോദിച്ച ഒരു വാചകമുണ്ട്, ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് നേരത്തെ ഒരു ഫെൻസിങ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വൈദ്യുതി ഫെൻസിങ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് ഇവിടെ നിന്ന് വന്നു. അതിന്റെ അർത്ഥം എന്താണ്? മനഃപൂർവ്വമായിട്ട് ആരോ എന്തോ ചെയ്തു എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മന്ത്രി അങ്ങനെ പറയുമ്പോൾ ആരെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉപതെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു ശ്രമം, അതാണെന്നാണ് നമ്മുടെ വനം മന്ത്രി പറഞ്ഞു വെച്ചത്. ശശീന്ദ്രൻ സാറേ, ശരിയാ, തെരഞ്ഞെടുപ്പ് കാലമാ. അത് മാത്രമല്ല, നിലമ്പൂരിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അവിടെ മലയോരങ്ങളിലെ കർഷകര് വന്യജീവികളെ കൊണ്ട് പൊറുതി മുട്ടുകയാണ്. അവർക്കവിടെ ജീവിക്കാൻ വയ്യ, അവർക്ക് കൃഷി ഇറക്കാൻ വയ്യ, അവരുടെ ജീവിതം തന്നെ വലിയൊരു പ്രതിസന്ധിയിലായി നിൽക്കുകയാണ്. അതവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ മുന്നണികളും എല്ലാ സ്ഥാനാർത്ഥികളും ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാട്ടുപന്നിയെ കൊടുക്കുന്നതിന് വേണ്ടി വെച്ച ഒരു വൈദ്യുതി കെണി
ആ കെണിയിൽപ്പെട്ടൊരു കുഞ്ഞ് മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ചർച്ചാ വിഷയമാകും. താങ്കളത് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ എറിഞ്ഞൊരു കല്ലായിരുന്നു ഇത്. ഇതിന്മേലൊരു ഗൂഢാലോചന അങ്ങ് ആരോപിക്കുക, അത് UDF മണ്ടയ്ക്ക് വന്ന് വീണുകൊള്ളട്ടെ, അതായിരുന്നു അങ്ങയുടെ ഉദ്ദേശം. ഇത് എത്രത്തോളം മനുഷ്യത്വപരമാണെന്നാണ് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പാണ്, അതിൽ ജയവും തോൽവിയും ഉണ്ടാവും. പക്ഷെ അതൊക്കെ കഴിയും. ഇതാകൂടെ ഒരു വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ 10-11 മാസക്കാലത്തേക്കുള്ള ഒരു MLA സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരമാണ്. അതിന് രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്ന് പറയുന്നില്ല, പ്രാധാന്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് ജയിക്കാൻ വേണ്ടി ഈ രീതിയിൽ ഒരു മന്ത്രി സംസാരിക്കാമോ? എത്ര അപകടകരമായ ഒരു സന്ദേശമാണ് മന്ത്രി നൽകുന്നത്, അല്ലെങ്കിൽ മന്ത്രിയുടെ വാക്കുകൾ വഴി ജനങ്ങളിൽ എത്തുന്നത്? അത് ആലോചിച്ചു. കർഷകരും വന്യജീവികളും തമ്മിലുള്ള ഈ സംഘർഷം അത് നിലമ്പൂരിൽ മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും സാമുദായിക നേതാക്കളും വരെ ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്. അത് കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഗവൺമെന്റിന്റെ അനാസ്ഥയുടെ പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നപ്പോൾ മന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. കേരളം മറന്നിട്ടില്ല. അതിന് തുടർച്ചയായിട്ടാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ തന്നെ അങ്ങ് ഇന്നൊന്ന് പറയും, നാളെ മറ്റൊന്ന് പറയും, മറ്റന്നാൾ വേറൊന്ന് പറയും. അത് അങ്ങയുടെ രീതിയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ അതിന്റെ ഉദാഹരണങ്ങളുണ്ട്. റാപ്പർ വേടൻ എന്ന് പറയുന്ന ആ ഗായകൻ, അദ്ദേഹത്തെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തല്ലോ, എന്തോ പുലിനഖം കഴുത്തിൽ കെട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യം അങ്ങ് എന്താ ചെയ്തത്? അങ്ങ് വനം വകുപ്പിനെ അങ്ങ് ന്യായീകരിച്ച് അങ്ങ് ശുദ്ധീകരിച്ചു, വെളുപ്പിച്ചു. പിന്നെ അവസാനം മൊത്തത്തിലുള്ള ഒരു ചർച്ച അതിനെതിരാണെന്ന് കണ്ടപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും സർക്കാരിൽ നിന്നും തന്നെ എതിർപ്പുണ്ടായപ്പോ അങ്ങ് കളം മാറ്റി ചവിട്ടി, മലക്കം മറിഞ്ഞു. പെട്ടെന്ന് റാപ്പർ വേടൻ പരിശുദ്ധനായി, വനം വകുപ്പിനെ വിമർശിച്ചു. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ പിന്നെ ഒരു വ്യത്യസ്തമായ ഒരു വിഷയമാണെന്ന് വയ്ക്കൂ. ഇതൊരു കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട അങ്ങേക്ക് കൃത്യമായിട്ടൊരു നിലപാടും അഭിപ്രായവും ഇല്ലേ? അങ്ങയുടെ ചരിത്രം അല്ലെങ്കിൽ ഈ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഒന്നുകിൽ AK സെന്ററിൽ നിന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ നിന്ന് വരുന്ന ഉത്തരവുകൾ അത് അനുസരിക്കുകയല്ലാതെ അങ്ങ് എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ മിണ്ടാതിരിക്കണം. അവിടെ കാട്ടുപന്നിക്ക് വേണ്ടി വെച്ചൊരു കെണിയില് ഒരു കുഞ്ഞു മരിച്ചു, മിണ്ടാതിരുന്നുകൂടെ? എന്തിനും നിങ്ങളുടെ പോയി ആ ഒരു കെണിയില് പെടണം? പണ്ട് തേൻകണിയിൽ പെട്ടു, ഇനിയിപ്പോ ഒരു വൈദ്യുതി കെണിയിൽ താങ്കളും വന്ന് പെട്ടിരിക്കുക. അവസാനം താങ്കൾക്ക് അത് തിരുത്തേണ്ടി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കളെ വിളിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതോടെ അങ്ങ് മലക്കം മറിഞ്ഞു. പഴയ അഭിപ്രായം അങ്ങ് മറന്നു, ഇപ്പൊ പുതിയ അഭിപ്രായമാണ്. പക്ഷെ അങ്ങ് പത്രലേഖകരോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചതാണെന്ന്. നമുക്കറിയാമല്ലോ ആരെയാണ് വിളിക്കുക ഈ ഗവൺമെന്റിന്റെ കാലത്ത്. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പിണറായി വിജയൻ അങ്ങേ വിളിച്ച് ശാസിച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. കാരണം അങ്ങനെ ചെയ്യത്തില്ല. കാരണം AK ശശീന്ദ്രൻ പിണറായി വിജയൻ ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ്, വളരെ ഇഷ്ടവും സ്നേഹമുള്ള ഒരാളാണ്. അദ്ദേഹം മികച്ചൊരു മന്ത്രി ആയതുകൊണ്ടാണോ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ശശീന്ദ്രന്റെ പാർട്ടി NCP അവര് പ്രമേയം പാസാക്കി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അവരുടെ മറ്റൊരു MLA മന്ത്രിയാക്കണമെന്ന്. അപ്പൊ എന്ത് ചെയ്തു? മുഖ്യമന്ത്രി പറ്റത്തില്ലെന്ന് പറഞ്ഞു. സാധാരണഗതിയിലെ ഭരണഘടന അനുസരിച്ച് മന്ത്രിമാരെ നിശ്ചയിക്കാനും തീരുമാനിക്കാനും നിയമിക്കാനുമുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണ്. നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്, അദ്ദേഹത്തിന്റെ ഒരു വിവേചന അധികാരമാണ്. പക്ഷെ ഒരു കൂട്ടുമന്ത്രിസഭയില് അതാത് പാർട്ടികൾ പറയുന്ന ആളുകളെയാണ് മന്ത്രിമാരാക്കുക. NCP പറഞ്ഞിട്ടും പിണറായി വിജയൻ സമ്മതിച്ചില്ല. നമ്മുടെ സ്വന്തം ശശീന്ദ്രനെ പാർട്ടി പറഞ്ഞവരിൽ മാറ്റാൻ പറ്റുമോ? എന്തൊരു കഷ്ടമാണ്! അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മന്ത്രിയും കളമറിഞ്ഞ് കളിച്ചു. ചില സാമുദായിക നേതാക്കളെ അങ്ങ് ഇറക്കി, അദ്ദേഹം ഒരു പ്രസ്താവന അങ്ങ് ഇറക്കി. അതോടെ മുഖ്യമന്ത്രിക്ക് സന്തോഷമായി. അങ്ങനെ ഒരു അഭിപ്രായം വന്നല്ലോ, അതെനിക്ക് മാനിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അവസരം കിട്ടിയ ഒരാളാണ് നമ്മുടെ മന്ത്രി ശശീന്ദ്രൻ. വാസ്തവത്തിൽ സംഭവിച്ചെന്തുവാ? NCPയുടെ പ്രസിഡന്റ് തന്നെ രാജിവെച്ചു പോകേണ്ടി വന്നു, PC ചാക്കോ. AK ശശീന്ദ്രൻ മന്ത്രിയായിട്ട് തുടരുകയും ചെയ്തു, അല്ലെ തുടരുകയും ചെയ്യുന്നു. അപ്പൊ AK ശശീന്ദ്രനെ മുഖ്യമന്ത്രി ശാസിച്ചു എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ മുഖ്യമന്ത്രി ഇടപെട്ടു, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. യാതൊരു വിഷമവും കൂടാതെ, യാതൊരു ഒരു മനസാക്ഷി കുത്തും കൂടാതെ അദ്ദേഹത്തിന്റെ പ്രസ്താവന അങ്ങ് പിൻവലിച്ചു. അതെല്ലാം കൂടെ മാധ്യമ പ്രവർത്തകരുടെ തലയിലോട്ട് വെച്ചു, വളച്ചൊടിച്ചതാണെന്ന്. ഇത് പണ്ട് രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു കാര്യമാണ്, വളച്ചു ഓടിച്ചു. അന്ന് അതൊക്കെ വിലപ്പോയിരുന്നു. കാരണം മന്ത്രിയോ രാഷ്ട്രീയ നേതാവോ വിവാദ പ്രസ്താവന നടത്തിയത് ആരുമായിക്കൊള്ളട്ടെ, അതൊന്നും റീവൈൻഡ് ചെയ്യാൻ നമ്മുടെ പഴയ ദൃശ്യങ്ങളില്ലല്ലോ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പോ
ദൃശ്യമാധ്യമങ്ങളുടെയും കൂടെ കാലമാണല്ലോ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമല്ലോ. അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയല്ലേ മന്ത്രി പറയുന്നതും രാഷ്ട്രീയക്കാർ പറയുന്നതും. അപ്പൊ ഈ വളച്ചൊടിച്ചു അല്ലെങ്കിൽ ഒടിച്ചു വളച്ചു എന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊന്നും ആരും വിശ്വസിക്കത്തുമില്ല. ഞാൻ ഗൂഢാലോചന എന്നൊന്നും പറഞ്ഞിട്ടില്ല, അത് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോ ഈ കിണിയിൽ നിന്ന് ഊരാൻ ശ്രമിക്കുക, ഈ അദ്ദേഹം ചെന്നുപെട്ട വൈദ്യുതി കിണിയിൽ നിന്ന് ഊരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മലക്കമറിച്ചിൽ ഒരു കലയാക്കി വളർത്തിയ ആളിന് ഇതൊന്നും അത്ര വലിയ പ്രശ്നം അല്ലല്ലോ. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും വളരെ ബുദ്ധിപൂർവ്വമായി ഇക്കാര്യത്തിൽ കളിച്ചത്. മന്ത്രിയെ കൊണ്ട് അങ്ങ് പിൻവലിപ്പിച്ചു. മന്ത്രി പറയണ്ട, സർക്കാരിന്റെ അഭിപ്രായമല്ല. പക്ഷേ ഈ ഗൂഢാലോചന എന്നുള്ള ഒരു സംശയം അതവിടെ കിടന്നോട്ടെ, അത് വേണ്ടത് വയ്ക്കുന്നില്ല. കാരണം മന്ത്രി ഈ ഗൂഢാലോചനയെ പറ്റി പറഞ്ഞപ്പോ തന്നെ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാക്സോ തന്നെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തോട് തിരുത്താനോ പിൻവലിക്കാനോ ഒന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല. അതാ പറഞ്ഞത്, അവിടെ കിടന്നോട്ടെ, അതുവഴി 4 വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വന്നോട്ടെ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉന്നം. ഏതായാലും തെരഞ്ഞെടുപ്പാണ്. അവിടെ ഈ മന്ത്രിയുടെ പ്രസ്താവന അസാരം ദോഷമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടത്. അങ്ങനെയാണല്ലോ ശശീന്ദ്രൻ സംഭവം പിൻവലിച്ചത്. അങ്ങനെയാണെങ്കിൽ വേറെ 1-2 ഇഷ്യൂസ് ഉണ്ട് അവിടെ. ആശാ വർക്കേഴ്സ് ഇപ്പൊ അങ്ങോട്ട് സമരത്തിന് പോവുക. ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലേ വെയിലും മഴയും കൊടുങ്കാറ്റും ഒക്കെ അനുഭവിച്ച് സമരം ചെയ്ത പാവപ്പെട്ട ആശാ വർക്കർമാര്, ആശാ ജീവനക്കാര്, ആകെ കൂടെ 7000 രൂപ ശമ്പളം കിട്ടുന്ന പാവത്തുകളാ. കേരളത്തിൽ തന്നെ അത്രയും കുറച്ച് ശമ്പളം കിട്ടുന്ന ഏതെങ്കിലും വിഭാഗം ഉണ്ടോ എന്നറിയില്ല. അത് ശമ്പളം എന്ന് പോലും അല്ല പറയുന്നത്, ഓണറേറിയം എന്നാണ് അതിന്റെ ഓമന പേര്, ഓണറേറിയം. അങ്ങനെ കഷ്ടപ്പെടുന്ന അവർ സമരത്തിലാണ് എത്രയോ ദിവസങ്ങളായിട്ട്. അവരിപ്പോ അങ്ങോട്ട് ചെല്ലുക. അടുത്ത 12-ാം തീയതി ആശാ വർക്കർമാരെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് നിലമ്പൂരിലെ പ്രചാരണ പ്രവർത്തനത്തിന് പോവുക. അതുപോലെ നിലമ്പൂരിലെ ആദിവാസികൾ മലപ്പുറം കളക്ടറേറ്റിന് മുമ്പിൽ സത്യഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുക, സമരം ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് വാഗ്ദാനം ചെയ്ത കൃഷിഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഈ നിലമ്പൂരോട്ട് പ്രമാണിച്ച് ഈ ശശീന്ദ്രന്റെ പ്രസ്താവന തിരുത്തിക്കാൻ ശ്രമിച്ചു. MV ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന അവിടെ കിടക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷെ മന്ത്രിയുടെ പ്രസ്താവന പിൻവലിപ്പിച്ചു. അതുപോലെ തന്നെ ഈ ആശാ വർക്കർമാരുടെ കാര്യത്തില്, ഈ ഭൂമിക്ക് വേണ്ടി മലപ്പുറത്ത് സമരം ചെയ്യുന്ന ആദിവാസികളുടെ കാര്യത്തില് എന്തെങ്കിലും അനുകൂലമായ ഒരു പ്രതികരണം, തീരുമാനം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ സാദരം അപേക്ഷിക്കുകയാണ്.